കുടിച്ചോട്ട് ഉള്ളോ വേണ്ട ചെൻ്റെ പടമുള്ള ഗ്ലാസ്സാണ്. ചക്ക തിന്നാൻ ചെന്നപ്പോൾ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോൾ മാവില ചക്ക കായ്ക്കും. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. എന്തേ വേണ്ട, ദൈവം കാവലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ താനൂരും തമ്പാനൂരും ഒക്കെ ചക്കയ്ക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ചക്ക എനിക്കിന്ന് കിട്ടി. ചിരട്ടക്കോണത്ത് നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചക്കയായിരുന്നു. ചക്ക എല്ലാം കട്ട് ചെയ്ത് സജിയുടെ അവിടെ നിന്ന് ചിരട്ടക്കോണത്ത് അവിടെ നിന്നാണ് കിട്ടിയത്. ആ ചക്ക കട്ട് ചെയ്തു. ഇത് വേവിക്കാനുള്ള പരിപാടിയാണ്, അടിപൊളിയായിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുപ്പിൽ കയറ്റി താണ്ട് ഇപ്പോൾ നല്ല കുഴഞ്ഞ വെന്തുടഞ്ഞ നല്ല സൂപ്പർ ചക്ക. താനൂർ തമ്പാനൂർ ചക്കയല്ല, ചിരട്ടക്കോണത്തു നിന്നുള്ള ചക്കയാണ്. അപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ടൊരു പയർ തോരൻ. ഇന്നലെ കഞ്ഞിക്ക് ബാക്കി വെച്ച പയർ ഫ്രിഡ്ജ് വെച്ചിരുന്ന് അതെടുത്തൊന്ന് ചൂടാക്കിയാണ്. പിന്നെ മീൻകറി കണ്ണൻ കൊഴിയാള എന്ന് പറയും, അത് മേടിച്ചാണ്. അതാണ് മീൻകറി വയ്ക്കുന്നത്, തേങ്ങ അരച്ച്. നമ്മുടെ ചട്ടിയിൽ മീനിൻ്റെ ആ കൂട്ടൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ണൻ കൊഴിയാള അതിലേക്ക് പതുക്കെ ഇട്ടു. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ ഒന്ന് കുളിപ്പിച്ചു. അച്ഛൻ കുളിച്ച് കുട്ടപ്പനായി റെഡിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഉച്ചയൂണ് കഴിക്കണം. അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ. അച്ഛന് ചോറ്, ചക്ക വേവിച്ചത്, പയർ തോരൻ, മീൻകറി. എന്തുവാ വെയിറ്റോ? എന്തൊരു വെയിറ്റ് ആച്ചാ കഴിക്കുന്നത്? ചിരട്ടക്കോണത്ത് ഞാൻ കൊണ്ടുവന്നത് സജിയുടെ കൂട്ടുകാരൻ്റെ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, വേവിക്കാൻ പറ്റിയ ചക്ക. കൊള്ളാവോ? കഴിച്ചു നോക്ക്, സെറ്റാ. ചക്കയോടെ കഴിക്കണം, അടിപൊളി ചക്ക കേട്ടോ, നല്ല ചക്കയാ. മുരിങ്ങയൊക്കെ എടുത്ത് കഴിക്കാ, നല്ലല്ലേ? നല്ല മുരിങ്ങ തിന്നു നോക്ക്, തിന്ന് നോക്ക്. അല്ല അത് നല്ല അച്ഛൻ പൊട്ടിച്ച് കൊടുത്താൽ അച്ഛൻ കഴിക്കും. അല്ലെങ്കിൽ നോക്ക് മാറ്റി ഇങ്ങനെ വയ്ക്കത്തില്ല. മീനൊക്കെ എടുക്ക്, മത്സ്യം എടുക്കും, മത്സ്യം. ഞാൻ എടുത്തോട്ടെ? എടുത്തോട്ടോ? ഞാൻ എടുത്തോട്ടെ? ഞാൻ എടുത്തോട്ടെ? ഞാൻ ചക്ക എടുത്ത് തിന്നു. ചക്കയൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ചക്ക വെച്ചാൽ ഒരു രക്ഷയില്ല, അന്യ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതുപോലെ രുചിയുള്ള ചക്ക ഈ അടുത്ത സമയത്ത് കഴിച്ചിട്ടില്ല. മീൻ മേടിച്ച കൊഴിയാടായി മേടിച്ച് 1 കിലോ 140 രൂപ. വെട്ടിക്കോല, കടലോരത്തിൻ്റെ വെട്ടിക്കോല അവർക്കുള്ള ബ്രാഞ്ചിൽ നിന്ന് മേടിച്ചു. ആ മുരിങ്ങക്കോല കഴിച്ചോ? അത് നല്ല ചാച്ച. ഇപ്പം എൻ്റെ പുതിയൊരു പ്രോജക്റ്റ് ഏഷ്യാനെറ്റിൽ തീർന്നു. ഇപ്പം പുതിയത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സീ കേരളത്തിലാണ്. പ്രണയവിലാസം എന്നാണ് ആ ഒരു സീരിയലിൻ്റെ പേര്. എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, പൈലറ്റ് എപ്പിസോഡൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് ഉടനെ ടെലികാസ്റ്റിംഗ് ആവും.
നമ്മുടെ ഒരുപാട് കൂട്ട് നമ്മളെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? നീ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഫോളോ ചെയ്യണം, ലൈക്കൊക്കെ അടിക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോക്കൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ അറ്റൻഡ് ചെയ്താറുണ്ട് ഇല്ലേ ചാ? ഇവിടത്തെ അല്ലേ? ഇവിടുത്തെ വീട് അതെ സാറ് കഴിച്ചോട്ടെ, അതെ ഇവിടെ കഴിക്കാം കേട്ടോ. അതെ എന്നാ അത് മാറ്റിക്കോ, അത് കഴിഞ്ഞല്ല. ഇതെടുത്തോ സാറേ, ഇത് പിടിച്ചു. അത് കഴിഞ്ഞു സാർ, ഇത് പിടിച്ചു. ഇത് പിടിച്ചു. ആ വേറെ എടുത്ത നമുക്ക് കഴിച്ചു. ഇത് മൊത്തം കഴിക്കണം കേട്ടോ. അത് 3, 4 ഓക്കെ, ഇത് മൊത്തം കഴിച്ചോണം കേട്ടോ. അല്ല ഓക്കെ, ആ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, മൊത്തം കഴിക്കണം കേട്ടോ. കാലി